ഹലോ ആൾ, ലിറ്റിൽ ലൈഫ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ചാണ്. അതിൽ നമ്മുടെ കുട്ടികളുടെ ശ്വാസം തടസ്സം അല്ലെങ്കിൽ വീസിങ് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഈ കുട്ടികളിലുള്ളൊരു ശ്വാസ തടസ്സമാണ്. ഒരുവിധം പാരൻസിനൊക്കെ സംശയം വരാവുന്ന ഒരു ഏരിയയാണിത്. അപ്പം ഈ ഏരിയ ഒത്തിരി വാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ അത് കൺസൈസ് ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ കുട്ടികളുടെ പാരൻസിന് വരികയാണെങ്കിൽ നമുക്ക് അത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് ബാക്കി അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇത്തിരി ലെങ്തി ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ സംശയത്തിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിൽ ഏറ്റവും കോമൺ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, കുട്ടികളുടെ പാരൻസ് ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീസിങ് എന്നത് എന്താണ് എന്നുള്ളതാണ്. അതായത് ഈ വീസിങ് എന്നുള്ള ഒരു ടേം നമ്മൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും മറ്റ് ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ ഡെഫിനിഷൻസ് വൈസ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ശ്വാസനാളികളിലൂടെ എയർ പോകുമ്പോൾ ആ ശ്വാസനാളികൾ ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു മ്യൂസിക്കൽ സൗണ്ടാണ്. നമ്മൾ ഒരുപാട് പേര് അത് എക്സ്പീരിയൻസ് ചെയ്ത് കാണും. നമ്മളുടെ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഈ വീസിങ് സൗണ്ട് ഉണ്ടായിട്ടുണ്ടാവും, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ വീസിങ് സൗണ്ട് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്വാസനാളികൾ ചുരുങ്ങുന്നത് കൊണ്ടാണ്. ഇനി എല്ലാ വീസിങ്ങുകളും ആസ്മയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം അല്ല എന്നാണ്. എല്ലാ വീസിങ്ങുകളും ആസ്മയല്ല. രണ്ട് തരം കാറ്റഗറീസാണ് നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അതിലൊന്നാമത്തെയാണ് നമ്മുടെ ബ്രോങ്കിയൽ ആസ്മ. ഇനി ഒന്നാണ് അണ്ടർ 5 വീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്തൊരു പാരൻ്റ് നമ്മളോട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ അണ്ടർ 5 വീസേഴ്സ് എന്താണ്, അല്ലെങ്കിൽ എല്ലാതരം വീസിങ്ങും ആസ്മയാണോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിന് ഒരു ഉത്തരം കൊടുക്കാവുന്നത് എല്ലാതരം വീസിങ്ങും ആസ്മയല്ല. അണ്ടർ 5 വീസേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറി തന്നെയാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വരുന്ന ഒരു വീസിങ് ആണ് അണ്ടർ 5 വീസേഴ്സ് എന്ന് പറയുന്നത്. ഇനി അണ്ടർ 5 വീസേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അത് കുട്ടികളിൽ പൊതുവെ ഈ വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ചെറിയ ജലദോഷം വരുന്ന സമയങ്ങളിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വരുന്ന ശ്വാസനാളികളിലുള്ള ചുരുക്കം കാരണം വരുന്നൊരു വീസിങ് ആണ് അണ്ടർ 5 വീസേഴ്സ് എന്ന് പറയുന്നത്. ഇനി അണ്ടർ 5 വീസേഴ്സ് ആസ്മ എപ്പോഴാകാം, അല്ലെങ്കിൽ അണ്ടർ 5 വീസേഴ്സ് ആസ്മയാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ IAP തന്നെ, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് ഒരു വർഷത്തിൽ തന്നെ പലതവണ വീസിങ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ആസ്മ അല്ലെങ്കിൽ അലർജി ഹിസ്റ്ററി ഉള്ളത്, അല്ലെങ്കിൽ കുട്ടിക്ക് സ്കിന്നിൽ അലർജി വരുന്ന എക്സീമ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടിക്ക് വീസിങ് വരുന്ന സമയത്ത് നമ്മൾ ഈ സാൽബ്യൂട്ടമോൾ അല്ലെങ്കിൽ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് വെച്ച് നെബുലൈസ് ചെയ്യുന്ന സമയത്ത് നല്ല റെസ്പോൺസ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ആസ്മ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ പാരൻസ് ചോദിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ബ്രോങ്കിയൽ ആസ്മ എന്താണെന്ന് നോക്കാം. അപ്പോൾ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത് ഒരു ക്രോണിക് എയർവേ ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അതായത് അത് ശ്വാസനാളങ്ങളിൽ വരുന്ന ഇൻഫ്ലമേഷൻ കാരണം വരുന്ന ഒരു വീസിങ് ആണ്. അതിൻ്റെ കാരണമായിട്ട് വരുന്നത് എയർവേ നാരോയിങ്, അല്ലെങ്കിൽ മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടുതലാകുക, അല്ലെങ്കിൽ ശ്വാസതടസ്സം, ചുമ, വീസിങ് എന്നിവ ആവർത്തിക്കുന്ന സമയങ്ങളിലാണ് നമ്മളതിനെ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത്.
ഈ സിംറ്റംസ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് രാത്രിയിലും പുലർച്ചെയാണ്. അപ്പോൾ നമ്മളുടെ പാരൻസിൻ്റെ ഒരു കോമൺ സംശയം എന്ന് പറയുന്നത് ഈ രാത്രിയിൽ കുട്ടി കിടന്നു കഴിഞ്ഞാൽ ചുമ ഉടനെ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പുലർച്ചെ കുട്ടി എഴുന്നേൽക്കുന്ന സമയത്താണേലും ചുമ ഭയങ്കരമായിട്ട് വരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ കുട്ടിക്ക് ആസ്മയാവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മളുടെ മറ്റ് പാരൻസിൻ്റെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആസ്മയുടെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു പാരൻ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആസ്മയുടെ സാധാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ് ആവർത്തിച്ചുള്ള ചുമ, അല്ലെങ്കിൽ രാത്രി ചുമ, അല്ലെങ്കിൽ ഓടുമ്പോൾ അല്ലെങ്കിൽ കളിക്കുമ്പോഴുള്ള ചുമ. അതിന് നമ്മൾ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയും. അല്ലെങ്കിൽ നെഞ്ച് കുരുക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു സീസണലായിട്ടുള്ള അലർജി ഹിസ്റ്ററി. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ആസ്മയുടെ ലക്ഷണങ്ങൾ എന്ന് പറയാം. അപ്പം നമ്മൾ ഇതൊരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആസ്മ ട്രിഗർ ചെയ്യാം? ഇത് പൊതുവെ പാരൻസ് എല്ലാം ഫേസ് ചെയ്യുന്നൊരു കണ്ടീഷൻ, ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനാണ്. അതായത് നമ്മൾ പാരൻസിന് ആസ്മാറ്റിക് ആണ് കുട്ടി എന്നറിയാം, പക്ഷേ എന്ത് കാരണമാണ് അവൻ ട്രിഗർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പം ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വൈറൽ ഇൻഫെക്ഷൻസ് ഒരു കോമൺ ട്രിഗറാണ് ആസ്മയ്ക്ക് വേണ്ടി. പിന്നെയുള്ളൊരു കോമൺ ട്രിഗർ എന്ന് പറയുന്നത് പുകവലിയുടെ പുക, അല്ലെങ്കിൽ പെർഫ്യൂമിൻ്റെ മണം, അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം, അല്ലെങ്കിൽ പോളൻ അലർജി, അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ പൊടികൾ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ട്രിഗേഴ്സ് ഓഫ് ആസ്മ എന്ന് പറയാം. വീട്ടിലെ സിഗരറ്റ് സ്മോക്കിംഗ് കുട്ടികളിലെ ആസ്മ നിയന്ത്രണം വളരെ മോശമാക്കും. ഇനി നമ്മളുടെ അടുത്തൊരു കുട്ടിയുടെ ഒരു പാരൻറ്റിൻ്റെ സംശയം എന്ന് പറയുന്നത്, ഇതിന് നമുക്ക് എന്തൊക്കെ ചികിത്സയാണ് കൊടുക്കാൻ പറ്റുക? അപ്പം ഇതിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ഏറ്റവും ആദ്യം വന്ന കമൻറ്റിൻ്റെ ഉത്തരവും കൂടെ ഉൾപ്പെടും. അതായത് നമ്മൾ ഈ കുട്ടികൾക്ക് ഇൻഹേലർ കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും കൂടെ ഇതിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മൾ ആസ്മ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുകയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആസ്മയ്ക്ക് ഉള്ള ഗ്രേഡിങ്ങുകൾ ഉണ്ട്. ആ ഗ്രേഡിങ് വെച്ച് പ്രോപ്പറായിട്ടുള്ളൊരു പീഡിയാട്രിഷ്യൻ ആണ് നമ്മുടെ ഈ ആസ്മ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നത്. ഏതാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ കുട്ടികളിലുള്ള ആസ്മ നമുക്ക് പലതരമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് 2 തരം മെഡിസിൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്ന് റിലീവർ മെഡിസിൻസും പിന്നെ ഒന്ന് കൺട്രോളർ മെഡിസിൻസും. ഇപ്പോൾ റിലീവർ മെഡിസിൻസ് എന്ന് പറയുന്നത് ആ ചുരുങ്ങിയ ശ്വാസനാളിയെ പെട്ടെന്നൊന്ന് തുറക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസിനെയാണ്, അല്ലെങ്കിൽ അത് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനെയാണ് നമ്മൾ റിലീവേഴ്സ് എന്ന് പറയുന്നത്. ഇനി കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് ഈ തുറക്കപ്പെട്ട ആ ശ്വാസനാളി അതുപോലെ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള മെഡിസിൻസിനെയാണ് നമ്മൾ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 തരം മെഡിസിൻസ് ആണ് നമ്മൾ ഈ ബ്രോങ്കിയൽ ആസ്മ കുട്ടികളിൽ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ ആസ്മ നമുക്ക് ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പം സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മളത് ഗ്രേഡ് ചെയ്യുന്നത്. അതിൽ താഴെ കിടക്കുന്ന സ്റ്റെപ്പിൽ നമ്മൾ ഏറ്റവും മിനിമലായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ഏറ്റവും മുകളിലുള്ള സ്റ്റെപ്പിൽ നമ്മൾ കുറച്ചധികം മെഡിസിൻസ് ഉപയോഗിക്കും. അപ്പോൾ അതിലേക്കുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അത് നിങ്ങൾക്കും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ റിലീവർ മെഡിസിൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഈ അസ്താലിൻ്റെ അല്ലെങ്കിൽ ലിവോസാൽബ്യൂട്ടമോളിൻ്റെ അല്ലെങ്കിൽ സാൽബ്യൂട്ടമോളിൻ്റെയൊക്കെ ഇൻഹേലേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ കൺട്രോളേഴ്സ് ആയിട്ടാണ് നമ്മൾ ലോ ഡോസ് ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൽ ഉൾപ്പെടുന്ന ബ്യൂഡിക്കോട്ട് അല്ലെങ്കിൽ ഫൊറാക്കോട്ട് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ബ്യൂഡിക്കോട്ട് എന്ന് പറയുന്നത് പിന്നെ ബ്യൂഡിക്കോട്ടും ഫൊറാക്കോട്ടും എന്ന് പറയുന്നത് നമ്മൾ കൺട്രോളർ മെഡിസിൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളുടെ ഇനി വേറൊരു സംശയം ഒരു കുട്ടിയുടെ പാരൻറ്റ് ചോദിച്ചത്, അക്യൂട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന അറ്റാക്കിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ സമയത്ത് കുട്ടിക്ക് സംസാരിക്കാൻ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ നെഞ്ചിലേക്ക് അകത്തേക്ക് ശ്വാസം വലിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ നീലനിറം വരാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ ഓക്സിജൻ കുറയാം. അപ്പം നമ്മൾ IAP ഗൈഡ് ലൈൻ പ്രകാരം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഓക്സിജൻ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ ഓക്സിജനിൽ നെബുലൈസേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി മറ്റൊരു സംശയമുള്ളത്, നമുക്ക് നെബുലൈസേഷൻസ് ഓക്സിജനിൽ അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം നെബുലൈസേഷൻസ് ഓക്സിജനിൽ ഉപയോഗിക്കുന്നതാണ് സേഫ്. ഓക്സിജൻ നെബുലൈസേഷൻസ് വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത് പ്രത്യേകതരം മെഡിസിൻസ് അല്ലാതെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നെബുലൈസേഷൻ മെഡിസിൻസ് ഒന്നും വെച്ച് വീട്ടിൽ നിന്ന് നെബുലൈസ് ചെയ്യരുത്. ഇനി ഇൻഹേലറിനെ കുറിച്ച് ഉള്ള സംശയങ്ങളാണ് നമുക്ക് അടുത്തത് വരുന്നത്. അപ്പം പല മാതാപിതാക്കൾക്കും ഈ ഇൻഹേലർ തുടങ്ങുന്നതിനെക്കുറിച്ച് ഭയങ്കര ഭയമാണ്. പക്ഷേ ഈ ഇൻഹേലർ എന്ന് പറയുന്നത് ഒരു ഭയക്കേണ്ട സംഭവമേ അല്ല. ഇൻഹേലർ എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും എല്ലാത്തരം ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസും പറയുന്നത് ഇൻഹേൽഡ് തെറാപ്പി സുരക്ഷിതവും ഏറ്റവും ഫലപ്രദവുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അതിന് നമ്മൾ ശരിയായിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കണം, ശരിയായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കണം, ശരിയായിട്ട് അത് നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ ഇൻഹേൽഡ് തെറാപ്പിയിലേക്ക് ബാക്കിയുള്ള തെറാപ്പീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൈഡ് ഇഫക്ട്സ് ഒത്തിരി കുറവാണ്. ബാക്കിയുള്ള മെഡിസിൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ ഇൻഹേലേഴ്സിനുള്ള സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി വേറൊരു കുട്ടിയുടെ പാരൻറ്റ് ചോദിക്കുന്നത് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ, നമുക്കിത് വീട്ടിൽ എങ്ങനെ ഇത് വരാതെ നോക്കാം എന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത് കുട്ടികൾ പാരൻറ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പുക വലിക്കാതെ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് നേടാം. പിന്നെ റെഗുലർ ഫോളോ അപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആസ്മയിലേക്കൊക്കെ റെഗുലർ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻഹേലർ ടെക്നിക്സ് പ്രോപ്പർ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ പരമാവധി നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ട്രിഗർ ഫാക്ടേഴ്സ് ഒഴിവാക്കണം. പിന്നെ എല്ലാത്തരം വീസിങ്സിനും ആൻറ്റിബയോട്ടിക്സ് ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെയുള്ള ഏറ്റവും കോമൺ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് കളിക്കാൻ പാടുമോ എന്നുള്ളതാണ് ഒരു പാരൻറ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പം കളിക്കാൻ കുഴപ്പമില്ല. നല്ല ആസ്മ കൺട്രോളുള്ളൊരു കുട്ടിക്കാണെങ്കിൽ ജീവിതത്തിൻ്റെ കൂടെ സ്പോർട്സും കണ്ടിന്യൂ ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. ഇനി വേറൊരു കുട്ടീൻ്റെ പാരൻറ്റ് ചോദിച്ചിട്ടുള്ളത്, കുട്ടി ആസ്മ കൊണ്ട് മുഴുവൻ ജീവിതവും ബുദ്ധിമുട്ടുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടികൾ പ്രായം കൂടുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്, പ്രായം കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ആസ്മയുടെ സിംറ്റംസ് പൊതുവെ കുറയാറാണ് പതിവ്. പിന്നെ ഇനി വേറൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഇൻഹേലേഴ്സ് എപ്പോഴെങ്കിലും അഡിക്ഷൻ ഉണ്ടാക്കുമോ? അല്ലെങ്കിൽ എപ്പോൾ വീസിങ് വന്നാലും ഇൻഹേലേഴ്സ് യൂസ് ചെയ്യണോ? ഇൻഹേലേഴ്സിനെ കുറിച്ച് അറിയാൻ, നമ്മുടെ ഇൻഹേലേഴ്സ് ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാക്കില്ല. പിന്നെ ഇൻഹേലേഴ്സ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ടെക്നിക്കിലൂടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാനേ പാടുള്ളൂ. അപ്പം കൃത്യമായിട്ടുള്ള ടെക്നിക്കിലൂടെ യൂസ് ചെയ്യുന്ന ഇൻഹേലേഴ്സിന് മറ്റ് മെഡിസിൻസിനെ കമ്പയർ ചെയ്ത് സൈഡ് ഇഫക്റ്റുകൾ കുറവാണ്. ഇൻഹേലർ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഈ ആസ്മയിലൊക്കെ വീട്ടിൽ നിന്ന് നെബുലൈസേഷൻ ചെയ്യുന്നതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ സേഫായിട്ട് വീട്ടിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ഈ ടോപ്പിക്കിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത്ത് ഒത്തിരി അധികമായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.